ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചെറിയൊരു ഉപദേശം വചനമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. എനിക്ക് കിട്ടിയത് ആ വചനം ഇപ്രകാരമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 17. അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്നവനെ പോലെയാണ്. വചനം പറയണ, അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്നവനെ പോലെയാണ്. ഹല്ലേലൂയ. നമ്മളിത് ചില പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. വഴിയെ പോകുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കുന്നത്, അല്ലെങ്കിൽ വേലിയിലിരിക്കുന്ന വയ്യാവിനെ എടുത്ത് വയ്ക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പഴം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വചനം പറയുന്നത് അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ, അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നവന് ലഭിക്കുന്നത് വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെയാണ്. നമുക്കറിയാം, നമ്മൾ അറിയില്ലാത്ത ഒരു പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുമ്പോൾ ഒരുപക്ഷെ ആ പട്ടി കടിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ആ പട്ടി നമ്മുടെ പുറകെ പോരും, ഒഴിയാതെ കൊണ്ട് നമ്മുടെ പുറകെ ഉണ്ടായിരിക്കും. ഈ ഒരു അവസ്ഥയായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ വഴക്കില്, നമ്മൾ അറിയില്ലാത്തവരുടെ വഴക്കിൽ ചെന്ന് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അവിടെ എന്താണോ നടന്നതെന്ന് നമുക്കറിയില്ല, എന്തിനു വേണ്ടിയിട്ടാണോ വഴക്കുണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ അതിനകത്ത് ഇടയ്ക്ക് ചാടി വീഴുമ്പോൾ, ആവശ്യമില്ലാതെ തലയിടുമ്പോൾ ഒരുപക്ഷെ അത് നമുക്ക് അടി കിട്ടുന്ന പോലെ അനുഭവത്തിലേക്ക് മാറാം. ഇല്ലെങ്കിൽ അത് നമ്മളെ വിട്ടുമാറാതെ നമുക്കൊരു തലവേദനയായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. ഇതൊരു ഉപദേശമായിട്ടാണ് ഇവിടെ പ്രഭാഷകനിലൂടെ പറയുന്നത്. അത് പ്രഭാഷകന്റെ പുസ്തകം 8:16 പറയുന്നുണ്ട്, ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. അതായത് ഇപ്പൊ നമ്മൾ ഇടപെടുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ അവിടെ വഴക്കുണ്ടാക്കുന്ന വ്യക്തി ക്ഷിപ്രകോപി ആണെങ്കിൽ ഒരുപക്ഷെ അവൻ നമ്മളെ അവിടെ രക്തച്ചൊരിച്ചിൽ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ താഴേക്ക് വഴിക്കുമ്പോൾ നമുക്കറിയാം, രക്തച്ചൊരിയാൻ അവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഈ ഒരു അവസ്ഥയിലാണ് ഇതായിരിക്കാൻ സംഭവിക്കാൻ പോകുന്നത്. അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. വിജന പ്രദേശത്ത് വെച്ചാണെങ്കിൽ അവൻ നമ്മളെ കൊല്ലാൻ പോലും മടിക്കില്ല. അവൻ ആരാണെന്ന് അതുകൊണ്ടാണ് അന്യരുടെ വഴക്കെന്ന് പറയുന്നത്. അവിടെ നമുക്കറിയില്ല ആരാണ് ആ വ്യക്തി. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് വചനത്തോട് നമുക്ക് താക്കീത് തരുന്നത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അപ്പൊ അതുപോലെ തന്നെ ഇത് മറ്റൊരു കാര്യം ഉണ്ടാക്കാം. നമ്മൾ അന്യായമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുന്നുണ്ടോ? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കഴിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ ഈ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറാറില്ലേ? ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വഴക്കുണ്ടാക്കി അത് നമ്മുടെ ജീവിതത്തിൽ വഴിയാപാതയായിട്ട് നമ്മുടെ പുറകെ ഉണ്ടാകുന്നു. നമ്മൾ വഴക്കുണ്ടാക്കിയ വ്യക്തി ക്ഷിപ്രകോപിയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ രക്തച്ചൊരിച്ചിലിന് ഒരു സാധ്യതയുണ്ട്. നമ്മളെ അവൻ തല പറ്റിക്കാൻ നോക്കും, അടിച്ച് ഒതുക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മള് സൗമ്യത അല്ലെങ്കിൽ വിവേകപൂർവ്വമായിരിക്കണം നമ്മുടെയൊക്കെ പ്രവൃത്തികൾ എന്നാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ വചനം പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 4:2 നമുക്ക് വായിച്ചു നോക്കാം. 4:2. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ പലതും ആഗ്രഹിച്ചായിരിക്കും ഈ വഴക്കിനൊക്കെ ഇടപെട്ട് പോകാൻ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ പോകുന്ന ഒരു പക്ഷെ, അല്ലെങ്കിൽ ഈ വഴക്കിനിടയിൽ നമ്മൾ പോകുന്നത് പലതും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ അനാവശ്യമായിട്ട് വഴക്കിനും യുദ്ധത്തിനും പോകുന്നു, ഒന്നും കിട്ടാത്തതിന്റെ പേരില്. അപ്പൊ എപ്പോഴും നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ട്, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, നാം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക. അനാവശ്യമായിട്ട് അല്ലെങ്കിൽ
അനർത്ഥ സംഭവം അനാവശ്യമായ സന്ദർഭങ്ങളിൽ ഇടപെടാതിരിക്കുക. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു വൈദ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനും പെരുമാറാനും നമുക്ക് പരിശ്രമിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതെ കണ്ട് ആവശ്യമുള്ളതിൽ മാത്രം അത് വിവേകപൂർവ്വം ഇടപഴകുക. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ലഭിക്കും. അല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിട്ട് മാറും. നമുക്കതിൽ നിന്നൊരു മോചനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് വേദം പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നല്ല തീരുമാനം എടുക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഓരോരുത്തരും സമത്വമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ